ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുഞ്ഞൊരു ഇലയുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ റിക്സ് ബെഗോണിയയിൽ എങ്ങനെയാണ് കൂടുതൽ ബേബി പ്ലാന്റുകൾ ഉണ്ടാക്കാമെന്നാണ് പെട്ടെന്ന് കിട്ടുന്നത്. ഒരു 20 ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടാനുള്ള സൂപ്പർ ടിപ്സാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ചെറിയൊരു ഇലയുടെ പീസാണ് നമുക്ക് ഉള്ളൂന്ന് വിചാരിക്കുക. അതിലും നമുക്ക് ഇതേപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് കുഞ്ഞ് ബേബി പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളതാണ് ഈ ഒരു പോട്ടി മിക്സിൻ്റെ പ്രത്യേകത. പിന്നെ നമുക്ക് റീപോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള പോട്ടി മിക്സാണ് എടുക്കേണ്ടത്, അതേപോലെ തന്നെ ഏതൊക്കെ വെളിച്ചാണ് ഇഷ്ടപ്പെടുന്നത്, എങ്ങനെയൊക്കെ നമ്മൾ നനച്ചു കൊടുക്കണം, അതേപോലെ തന്നെ കൂടുതൽ ബുഷും തിക്കുമായിട്ട് ചട്ടി നിറച്ചും ഇലകൾ വരാനായിട്ട് ടിപ്സ് കൂടി ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ മേടിച്ചു കൊണ്ടുവന്ന പ്ലാന്റ് ഒരു 6-8 ഇലകളായി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ റീപോർട്ട് ചെയ്ത് കൊടുക്കേണ്ടൂ. റീപോർട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു 6 ഇഞ്ച് പോട്ട് നമ്മൾ എടുക്കുക. അതിന് ഡ്രെയിൻ ഔട്ടായിട്ട് വെള്ളം പോകാനായിട്ട് നന്നായിട്ട് വാർന്നു പോകാനായിട്ട് കുറച്ചധികം ഓട്ടകൾ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക പോട്ട് എടുക്കുന്ന സമയത്ത്. അപ്പോൾ കുറച്ചധികം ഹോളുകളില്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ചെറിയൊരു ഇല വെച്ചിട്ട് നമ്മൾ നട്ടു കൊടുത്തതാണ് ചെറിയൊരു പോട്ടിൽ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചധികം ഇലകൾ വന്നിട്ടുണ്ട്. ഒരു 5-8 ഇല വരുമ്പോൾ തന്നെ നമുക്കിതൊന്ന് വേറെ റീപോർട്ട് ചെയ്ത് കൊടുക്കണം. എങ്കിലാണ് ഇതിൽ കുറച്ചധികം ബേബി പ്ലാന്റ് വരികയും അതിലൊക്കെ തിങ്ങി നിറഞ്ഞ് ബുഷായിട്ട് ചട്ടി നിറച്ച് ഇലകൾ കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ളൊരു പോട്ടി മിക്സ് എങ്ങനെയാണ് സീറോ കോസ്റ്റിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുക നമുക്ക് നോക്കിയിട്ട് വരാം. അതിനുശേഷം നമുക്ക് ലീഫ് നടുന്നതും മറ്റു കാര്യങ്ങളും നോക്കാം കേട്ടോ. അപ്പോൾ പോട്ടിൽ വെള്ളം വേഗം വാർന്നു പോകാനായിട്ട് നമുക്ക് കാൽഭാഗത്ത് മണലെടുക്കുക, അല്ലെങ്കിൽ കമ്പോസ്റ്റ് എടുക്കാവുന്നതാണ്. ബാക്കി 3/4 ഭാഗത്തേക്ക് ഗാർഡനിങ് സോയിൽ മേൽമണ്ണ് നമുക്ക് എടുക്കാവുന്നതാണ്. നല്ല പൊടിയായിട്ടുള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതിൻ്റെ വേരുകൾ വളരെ നേർത്ത വേരുകളാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേരോട്ടം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മണ്ണെടുക്കുന്ന സമയത്ത് നല്ല പൊടിയായ മണ്ണെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ടിപ്സിലേക്കാണ് പോകുന്നത്. നമ്മൾ നിറച്ചു കൊടുക്കുന്ന സമയത്ത് പോട്ടിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് അടിഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് കുറച്ച് വട്ടം കൂടിയൊരു ഭാഗം ഒരു വരയോട് കൂടിയിട്ട് കാണാം അല്ലേ. അതിൻ്റെ താഴത്തേക്ക് കുറച്ച് ഇടുങ്ങിയ ഭാഗവും മുകളിലേക്ക് കുറച്ച് വലിയ ഭാഗവുമാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് വെച്ച് നോക്കിയതിന് ശേഷം നമുക്ക് ആ ഭാഗം വരെയാണ് മണ്ണ് ഇട്ട് കൊടുക്കേണ്ടത്. കാരണം പ്ലാന്റ് ഒരുപാട് അടിയിലേക്കായി പോരുത്, അതേപോലെ തന്നെ മുകളിലേക്കും ആയി പോരുത്. അപ്പം ആ രീതിയിൽ വേണം ഈ ഒരു പ്ലാന്റ് റീപോർട്ട് ചെയ്യുമ്പം പ്ലേസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കണ്ടോ, ഈ ഒരു വരയുടെ അതുവരെയാണ് നമ്മൾ പ്ലാന്റ് മണ്ണിട്ട് നിർത്തേണ്ടത്. അതിൻ്റെ മുകളിലേക്ക് കാലിയായിട്ട് ഇടണം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വലിച്ച് മെല്ലെ ഈ ഒരു പ്ലാന്റ് റീപോർട്ട് ചെയ്യുന്ന സമയത്ത് എടുക്കുക. നിങ്ങൾക്ക് വേര് ഇവിടെ കാണാൻ കഴിയും. കണ്ടോ, വളരെ നേർത്ത, എന്താ പറയുക, നമുക്ക് കാണാൻ പോലും പറ്റാത്ത അത്രയും ചെറിയ എന്താ പറയുക ഇതിൻ്റെ വേരുകളായിരിക്കും ഉണ്ടാവുക. ഇതിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കൂടുതലായി കഴിഞ്ഞാൽ ഈ വേരുകളൊക്കെ അഴുകിപ്പോകും. പിന്നീട് ഈ പ്ലാന്റ് മൊത്തത്തിൽ അഴുകിപ്പോകും. അതുകൊണ്ട് വെള്ളം നനയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. എന്തായാലും നമ്മൾ കൃത്യമായിട്ട് ആ ഒരു പ്ലേസ് ആവുന്നത് എവിടെ വരെയാണോ പ്ലാന്റ് നിൽക്കേണ്ടത് അതുവരെ നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ബാക്കി ഇത്രയും ചുറ്റുഭാഗത്ത് ആ ഒരു വരയുടെ അടിഭാഗത്തേക്ക് നമുക്ക് മണ്ണ് പെട്ടെന്നൊന്ന് ഫില്ല് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ മണ്ണ് ആ ഒരു ഭാഗം വരെ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, നന്നായിട്ട് ഈ ഒരു പ്ലാന്റിന് ഈർപ്പം ആ ഒരു പോട്ടിൽ നിലനിർത്താൻ വേണ്ടിയിട്ടും നന്നായിട്ട് വളമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും സീറോ കോസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കരിയില കമ്പോസ്റ്റ്. 8 മണിക്കൂർ കൊണ്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളൊന്ന് പോയിട്ട് കണ്ടതിന് ശേഷം ഇതേപോലെ ആയി കിട്ടും നമുക്ക് ഈ ഒരു കരിയില കമ്പോസ്റ്റ്. ഇതും കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ പകുതി ഭാഗം കരിയില കമ്പോസ്റ്റും പകുതി ഭാഗം മണ്ണും എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ ചുവട്ടിൽ നമുക്ക് ഒരു 2 ഇഞ്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അടുത്തേക്കുള്ള ചൂട്ടിലേക്ക് ഇടാതെ കുറച്ച് മാറ്റി നമ്മൾ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വെള്ളം ഒഴിക്കുന്നൊക്കെ സമയത്ത് നമുക്ക് ഈ ഒരു വളം അടിയിലേക്ക് എത്തുകയും അതേപോലെ തന്നെ നന്നായിട്ട് ഈർപ്പം ഈ ഒരു പോട്ടിൻ്റെ മുകൾ ഭാഗത്ത് നിലനിർത്താനും സഹായിക്കും. അപ്പം ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ നല്ല റിസൾട്ടാണ്. ബുഷും തിക്കുമായിട്ട് നിറച്ചും ഇലകൾ കൂടി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുക. കമ്പോസ്റ്റൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് റിക്സ് ബെഗോണിയ. തീർച്ചയായും നമുക്ക് സീറോ കോസ്റ്റിൽ ഉണ്ടാക്കി എല്ലാവർക്കും സീറോ കോസ്റ്റിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് മറന്നു പോകരുതേ. നല്ല റിസൾട്ടാണ് നമ്മൾ ചെയ്ത് നോക്കിയിട്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഇലകൾ നട്ട് വളർത്തുന്നതെന്ന് നോക്കാം. ഇതേപോലെ തന്നെ നമ്മൾ പകുതി ഭാഗത്തേക്ക് മണലും പകുതി ഭാഗത്തേക്ക് ഗാർഡനിങ് സോയിലും എടുത്ത് ചെറിയൊരു കവറിൽ കുറച്ച് മാത്രം മണ്ണ് നിറയ്ക്കുക. കൂടുതൽ മണ്ണ് നിറച്ച് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതേപോലെ നമുക്ക് പറ്റ മൂത്തതും അല്ല ഏറ്റവും അടിയിലുള്ളതും അല്ല ഏറ്റവും മുകളിലുള്ള അല്ല അതിൻ്റെ നടുഭാഗത്തുള്ള നല്ല ഹെൽത്തായിട്ടുള്ള ഇലകൾ നമ്മൾ പൊട്ടിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് പുഴു തിന്നതോ അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ടുള്ള ഇലകൾ നമുക്കതൊന്ന് വൃത്തികേട് മാറി കിട്ടുകയും ചെയ്യും. നമുക്ക് കൂടുതൽ പ്ലാന്റുകളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ പോട്ടി മിക്സ് ഉണ്ടാക്കി അതിൽ നിറച്ച് നട്ട് വളർത്താവുന്നതാണ്.
അപ്പോൾ നമ്മൾ മുമ്പേ നിറച്ച് വെച്ചിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള ആ ഗ്രോ ബാഗിലേക്ക് ഈ ഇലകൾ കണ്ടോ ഒരു തണ്ട് ഇത്രത്തോളം ഭാഗം മാറ്റി വെട്ടിയെടുക്കുക നമുക്ക്. അതിനുശേഷം നമുക്ക് ഓരോ ഇലകളായിട്ട് നമുക്ക് ഗ്രോ ബാഗിൽ നട്ടു കൊടുക്കാവുന്നതാണ്. നമുക്ക് 1, 2, 3 ഒരു പോട്ടിൻ്റെ ഗ്രോ ബാഗിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ ഇലകൾ ഒരു ഗ്രോ ബാഗിൽ തന്നെ നട്ടു വളർത്താം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയാണ്, മിക്സഡ് ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. ആ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇതേപോലെ ഒരു തള്ളവിരൽ വെച്ചിട്ട് ആ ഒരു ഭാഗം ഒന്ന് മെല്ലെ അമർത്തി കൊടുക്കുക. എന്നിട്ട് കുറച്ച് പൊടിമണ്ണ് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇടുക. ടിപ്സ് തീർന്നിട്ടില്ല, വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതേപോലെ പൊടിമണ്ണൊന്നിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് നമുക്കൊരു 2 ഇഞ്ച് ഹൈറ്റിൽ മാത്രം നമുക്ക് മണ്ണിട്ട് കൊടുക്കാവുന്നതാണ്, നടുഭാഗത്ത് മാത്രം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇല മെല്ലെ ഒന്ന് വളച്ച് പിടിച്ചതിന് ശേഷം പുറകു ഭാഗത്ത് കൂടിയും കുറച്ച് അധികം മണ്ണിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമാണ് ഇത് പെട്ടെന്ന് നമുക്ക് കൂടുതൽ ബേബി പ്ലാന്റുകൾ വരുള്ളൂ. അപ്പോൾ ഈ ഒരു സീക്രട്ട് ടിപ്സ് കൂടിയും ചെയ്ത് കൊടുത്താൽ സൂപ്പറായിട്ട് പെട്ടെന്ന് തന്നെ ഒരു 20 ദിവസം കൊണ്ട് കുഞ്ഞു ബേബി പ്ലാന്റ് വരുന്നത് കാണാം. അപ്പോൾ ഈ ഒരു ഇല നട്ടതിന് ശേഷം നമുക്ക് ഇലയിലും ഈ മണ്ണിലും നമുക്ക് നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നീട് നമ്മൾ സ്പ്രേ ചെയ്യുന്നത് ഈ ഒരു മുകളിലിട്ട ആ ഒരു മണ്ണൊക്കെ നന്നായിട്ട് ഡ്രൈ ആയോ എന്ന് നോക്കുക. അതിനുശേഷം മാത്രം നമുക്ക് വെള്ളം പിന്നീട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നവരാണെങ്കിൽ മെല്ലെ നമ്മൾ ആ മണ്ണിനോട് മുട്ടിച്ച് പിടിച്ച് വെള്ളം മെല്ലെ ഒഴിച്ചു കൊടുക്കുക. കാരണം ഈ വേരുകൾ വരുന്ന സമയത്ത് ഈ മണ്ണ് മാറിക്കഴിഞ്ഞാൽ ആ വേരുകളൊക്കെ പൊട്ടിപ്പോവാനും ഡാമേജ് ആവാനും സാധ്യതയുണ്ട്. അങ്ങനെ ആ ഇല അഴുകിപ്പോവും. അപ്പോൾ സാധാരണ ഒരു ഗതിയിൽ നന്നായിട്ട് ശുശ്രൂഷിച്ചാൽ കണ്ടോ ഇതേപോലെ ഇല അഴുകിപ്പോയാലും അതിൻ്റെ അടിയിൽ നിന്ന് വേര് പിടിച്ചിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഇത് പിടിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് മാറ്റരുത്. കുറച്ചധികം ദിവസം അത് വെച്ച് നോക്കുക. അതിൻ്റെ അടിയിൽ നിന്ന് ഇതേപോലെ നമുക്ക് കുഞ്ഞ് ബേബി പ്ലാന്റുകൾ വരുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ള ഈ ഒരു ഇലയ്ക്ക് നമ്മൾ ദിവസത്തിൽ 3 പ്രാവശ്യമാണ് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ഒന്ന് രാവിലെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക, അതേപോലെ തന്നെ ഉച്ചയാകുമ്പോൾ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക, വൈകുന്നേരം നമുക്കൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം ഈ ഇലയിൽ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഒരു പ്ലാന്റ്, വലിയ പ്ലാന്റിനും 3 പ്രാവശ്യമായിട്ട് നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. അടിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയം എന്ന് വെച്ചാൽ നന്നായിട്ട് ആ ഒരു പോട്ട് ഗാർഡനിങ് ആ സോയിൽ ടോപ്പ് ഭാഗത്തെ മണ്ണൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നോക്കുക. അങ്ങനെ ഡ്രൈ ആയി വന്നെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നീടും വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യുക, അടിഭാഗത്തൊക്കെ കൂടുതൽ വെള്ളം ഉണ്ടോ, അതോ വെള്ളം കുറവാണെങ്കിൽ നമുക്കറിയാലോ. ആ സമയത്ത് മാത്രം വെള്ളം നനച്ചു കൊടുക്കുക. മഴക്കാലമൊക്കെയാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ മഴ തട്ടാത്ത സ്ഥലത്ത് ഡയറക്റ്റായിട്ട് നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് ഈ ഒരു പ്ലാന്റിനെ പ്ലേസ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റിന് അഴുകൽ രോഗമൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് 2 മാസത്തിലൊരിക്കൽ നമുക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് നമുക്ക് എടുത്തിട്ട് നമുക്ക് 1 ഗ്ലാസ് വേപ്പിൻ പിണ്ണാക്ക് 5 ലിറ്റർ വെള്ളത്തിലിട്ട് വെക്കുക. 5 ദിവസം കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ ചൂട്ടിൽ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക. വെള്ളം നനയ്ക്കുന്നതിന് പകരമായിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. എപ്പോഴും കൂടുതൽ വെള്ളം അതിന് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലാന്റ് അഴുകി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ് റെക്സ് ബിഗോണിയ പ്ലാന്റുകൾ മാത്രമുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ മാറ്റിവെക്കുക. കാരണം മറ്റ് പ്ലാന്റുകളുടെ ഇടയ്ക്ക് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതിന് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതിലേക്ക് കൂടിയും വെള്ളമാവും. ഇങ്ങനെ ആവുന്ന ഡെയിലി ഒഴിക്കേണ്ട പ്ലാന്റിൻ്റെ അടുത്ത് വെച്ചാൽ ഡെയിലി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ പ്ലാന്റിന് ഡെയിലി വെള്ളം നനഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ ദിവസവും 3 പ്രാവശ്യം വെള്ളമൊന്ന് നിങ്ങൾ എല്ലാ പ്ലാന്റിനും ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കൂ. ഇലയിൽ വളരെയധികം റിസൾട്ടാണ്. അപ്പോൾ നല്ലൊരു കണ്ടന്റും നല്ലൊരു വീഡിയോ ആയിട്ട്